ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च ये कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांद राधा कांद नमस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी शबानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदांत स्वामिने नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। वैराग्य विद्या निज भक्ति योगा शिक्षार्थम एक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुदीर्यस्तमहं प्रपद्ये पंचतत्वात्मकं कृष्णं भक्तरूपा स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. എല്ലാവർക്കും ഇന്നത്തെ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചൈതന്യ ചരിതാമൃതം ആദ്യ ലീല 2-ാമത്തെ അധ്യായം 101-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. ചിത് ശക്തി സ്വരൂപ ശക്തി അന്തരാംഗ നാമ താഹാര വൈഭവ ആനന്ദ വൈകുണ്ഠാദിധാമ. ചിത് ശക്തി സ്വരൂപ ശക്തി അന്തരാംഗ നാമ താഹാര വൈഭവ അനന്ത വൈകുണ്ഠാദിധാമ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചിത് ശക്തി സ്വരൂപ ശക്തി അന്തരംഗ നാമ താഹാര വൈഭവാനന്ദ വൈകുണ്ഠാദിധാമ. ഹരേ കൃഷ്ണ. ഹരിബോൾ. കൂടി ഒരു ഡിവോട്ടിയും കൂടി. ആരില്ല വായിക്കുന്നില്ല ആരും? വിവർത്തനം വായിച്ചോട്ടെ പ്രഭു. വായിച്ചോളൂ. വിവർത്തനം. ശ്രീ എസ് ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് കി ജയ്. സ്വരൂപ ശക്തി അല്ലെങ്കിൽ അന്തരംഗ ശക്തി എന്ന് വിളിക്കപ്പെടുന്ന ചിത് ശക്തി അനന്ത വിവിധ ആവിഷ്കരണങ്ങൾ പ്രകടമാക്കുന്നു. ഈ ശക്തിയിലാണ് ആത്മീയധാമവും അതിന്റെ അനുസാരികളും നിലനിൽക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരിബോൾ. നമ്മൾ നേരത്തെ പല തവണയും ഇത് ആവർത്തിച്ച് പറഞ്ഞാണ്, രണ്ട് ശക്തി, ചിത് ശക്തി അചിത് ശക്തി അല്ലെ. ചിത് ശക്തി പറഞ്ഞ അന്തരാംഗ ശക്തി. അന്തരാംഗ ശക്തിയില് 3 ഡിവിഷൻസ് ഉണ്ട്. അതേപോലെ ബഹിരാംഗ ശക്തി ഉണ്ട്. ഈ അന്തരാംഗ ശക്തിയിലെ 3 ഡിവിഷൻസ് എന്തൊക്കെയാണ്? നമ്മുടെ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞാണ്. എന്തൊക്കെയാണത്? 3 കാറ്റഗറി ആണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അന്തരാംഗ ശക്തി അല്ലെങ്കിൽ ചിത് ശക്തി. അതിനെ സ്വരൂപശക്തി. ഹരിബോൾ. റാദിനി ശക്തി, സംവിത് ആൻഡ് ശാന്തിനി ശക്തി. ഓക്കെ. റാദിനി പറഞ്ഞാൽ നമുക്കത് പേരിൽ തന്നെ മനസ്സിലാവും. ബ്ലിസ്, ആനന്ദം. ആ ശക്തി, ആനന്ദം പകരുന്ന ശക്തി. ഭഗവാന്റെ ഇൻബിൽട്ട് ആണ് ഇതൊക്കെ. ഭഗവാന് ആനന്ദം വരുന്നെങ്കിൽ പുറമേ നിന്ന് വരേണ്ട ആവശ്യമില്ല. ഓക്കെ. നമ്മളെല്ലാം ഭഗവാന് ആനന്ദം കൊടുക്കുന്ന ഭഗവാന്റെ തന്നെ അംശങ്ങളാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ കയ്യ് എൻ്റെ ശരീരത്തിന്റെ അംശമാണ്.
അതേപോലെ മറ്റുള്ള അവയവങ്ങളെല്ലാം എൻ്റെ ശരീരത്തിന്റെ അംശമാണ്. അതേപോലെ നമ്മളെല്ലാം ഈ ജീവജാലങ്ങളും എല്ലാം ഭഗവാന്റെ അംശം. ഭഗവാൻ ഉള്ളിലാണ് ഇവരൊക്കെ. ബൈ ഡിഫോൾട്ട് ഭഗവാന്റെ ഉള്ളിൽ തന്നെ ഈ സന്തോഷം കിട്ടും. പുറമേ നിന്ന് വരേണ്ട ആവശ്യമില്ല. അപ്പൊ ആനന്ദം, അതാണ് ലാദിനി ശക്തി. പിന്നെ സാന്തിനി ശക്തി പറഞ്ഞാൽ ഇതെല്ലാം എക്സിസ്റ്റൻഷ്യൽ ശക്തിയാണ്. ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പില്ലേ, എക്സിസ്റ്റൻസ്, അതിന്റെ ശക്തിയാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെല്ലാം ഈ ശക്തിയുടെ കീഴിലാണ് വരുന്നത്. അതാണ് സാന്തി. സംവിത് ശക്തി എന്ന് പറഞ്ഞാൽ അത് നോളജ്, കോഗ്നിസെന്റ്, അറിവ്, ജ്ഞാനം, അതിൻ്റെ. ഭഗവാന് കഴിഞ്ഞ ഭൂതകാലത്തെയും ഭാവിയിലെയും വർത്തമാനകാലത്തെയും എല്ലാം കാര്യങ്ങളെ അറിയാൻ ഈ ശക്തിയിലൂടെയാണ് ഭഗവാൻ അറിയുന്നത്. ഇതെല്ലാം ഭഗവാന്റെ ഇൻബിൽട്ടാണ്, ഭഗവാൻ ഉള്ളതാണ്, പുറമെ കിട്ടേണ്ടതല്ല. അതുകൊണ്ട് ഭഗവാൻ ഓൾ പവർഫുൾ, ഈസ് ഓംനിസിയന്റ്, ഓംനി പ്രസന്റ് ആൻഡ് ഓംനി പൊട്ടന്റ്. ഭഗവാൻ ഓക്കെ, എല്ലാം ഓൾ ഇൻക്ലൂസീവ്, ഓൾ എൻകംപാസിംഗ് ആണ് ഭഗവാൻ. അപ്പൊ ഈ ചിത് ശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ വേറെ പേരിലാണ് സ്വരൂപശക്തി അല്ലെങ്കിൽ അന്തരാംഗ ശക്തി. അതിന് ഒരുപാട് വേരീഡ് മാനിഫെസ്റ്റേഷൻ ഉണ്ട്, വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇറ്റ് സസ്റ്റെയിൻ ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഇറ്റ്സ്. അപ്പൊ ഈ ഭഗവാന്റെ വൈകുണ്ഠധാമങ്ങൾ, എല്ലാ സ്പിരിച്വൽ പ്ലാനറ്റ്സും അതിന്റെ കറസ്പോണ്ടിങ് പാരഫിനാലിയ എല്ലാം ഈ ശക്തിയുടെ കീഴിലാണ് വരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. സോ 102 മായാശക്തി ബഹിരംഗ ജഗത് കാരണ താഹാര വൈഭവ അനന്ത ബ്രഹ്മാണ്ടേര ഗണ. മായാശക്തി ബഹിരംഗ ജഗത് കാരണ താഹാര വൈഭവ അനന്ത ബ്രഹ്മാണ്ടേര ഗണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 102. മായാശക്തി ബഹിരംഗ ജഗത് കാരണ താഹാര വൈഭവ അനന്ത ബ്രഹ്മാണ്ടേര ഗണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മായാശക്തി ബഹിരംഗ ജഗത് കാരണ താഹാര വൈഭവ അനന്ത ബ്രഹ്മാണ്ടേര ഗണ. വിവർത്തനം. മായാശക്തി എന്ന് വിളിക്കപ്പെടുന്ന ബഹിരംഗ ശക്തി വൈവിധ്യാത്മകമായ അനന്തങ്ങളായ ഭൗതിക പ്രപഞ്ചങ്ങൾക്ക് കാരണമാകുന്നു. ഹരേ കൃഷ്ണ. The external energy called Maya Shakti is the cause of innumerable universes with varied material potencies. അപ്പൊ നമ്മൾ വസിക്കുന്ന ഈ ഭൗതിക ശക്തി അല്ലെങ്കിൽ മായാശക്തി, ബഹിരാംഗ ശക്തി, ഇതെല്ലാം ഏതാണ് ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ കാരണമാകുന്നു. ഇന്യൂമറബിൾ യൂണിവേഴ്സസ്, ഓക്കെ, ഒന്നല്ല, ഇന്യൂമറബിൾ, അഖിലാണ്ടം അല്ലെ, ഒരുപാട് യൂണിവേഴ്സസ് ഉണ്ട്. അതിന്റെ വിത്ത് വേരീഡ് മെറ്റീരിയൽ പൊട്ടൻസീസ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരു 3 ഡിവിഷൻ ഉണ്ട്, ഇവിടെ മായാശക്തിയിൽ 3 ഡിവിഷൻ ഉണ്ട്. എന്താണ് ആ 3 ഡിവിഷൻ? 3 ആസ്പെക്ട്സ് ഉണ്ട് ഈ ബഹിരാംഗ ശക്തിയിൽ അല്ലെങ്കിൽ മായാശക്തിയിൽ. എന്തൊക്കെയാണ് 3? നേരത്തെ പറഞ്ഞു ഹ്ലാദിനി, സംവിത്, സാന്തിനി അല്ലെ. ഈ മായാശക്തി അല്ലെങ്കിൽ എക്സ്റ്റേണൽസിനും 3 ആസ്പെക്ട്സ് ഉണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്. എന്താണത്? ഓർമ്മയില്ല? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഓക്കെ, ത്രിഗുണങ്ങൾ. ഈ ശക്തിയിൽ 3 ഗുണങ്ങളുണ്ട്. അപ്പൊ ഈ ശക്തിയിൽ, അതായത് മായാ ലോകത്ത്, ഭൗതിക ലോകത്തുള്ള എല്ലാവരും ഈ 3 ഗുണത്തിന്റെ അടിസ്ഥാനം അധീനത്തിലായിരിക്കും. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണത്തിന്റെ അധീനത്തിലായിരിക്കും എല്ലാ ബദ്ധാത്മാക്കളും. ചില മുക്താത്മാക്കൾ ഇവിടെ ഉണ്ടായിരിക്കും. ഭഗവാന്റെ ലീലകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള മുക്താത്മാക്കള്, നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള മുക്താത്മാക്കളുണ്ടായിരിക്കും. അവരിതിൽ പെടില്ല. അവര് ഭഗവാന്റെ അന്തരാംഗ ശക്തിയിൽ പെടുന്നു. അവര് ഭഗവാന്റെ ലീലകളിൽ പങ്കെടുക്കാൻ വരുന്നു. നമുക്ക് ആചാര്യന്മാര്, അങ്ങനെ പല സെയിൻലി പേഴ്സണാലിറ്റീസ് ഉണ്ട്. അവര് ഈ ഭൗതിക ലോകത്തിലാണെങ്കിലും ശരി, ദേ ആർ ഇൻ ദിസ് മെറ്റീരിയൽ വേൾഡ് ബട്ട് ദേ ആർ നോട്ട് ഓഫ് ദിസ് മെറ്റീരിയൽ വേൾഡ്. ഈ ഭൗതിക ലോകത്തിലാണ്, പക്ഷെ ഈ ഭൗതിക ലോകത്തിൽ അതല്ല. കാരണം അവര് നമ്മളെപ്പോലെ ബദ്ധാത്മാക്കളല്ല, അവര് മുക്താത്മാക്കളാണ്. അവരിവിടെ വരുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്, നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ്, ഭഗവാന്റെ ധാമിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്
അവര് ഭഗവാന്റെ ലീലകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഭഗവാൻ അയക്കുന്നു. ഇത്തിരി കൂട്ടിയിട്ടുള്ളൂ. ഭഗവാൻ ഇവിടെ നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ട്, ഈ ഭൗതിക ലോകത്തുനിന്നും ഭൗതിക തലത്തിൽ നിന്നും ആധ്യാത്മിക തലത്തിലേക്ക് ഉയർത്താൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അവരെ നമ്മൾ കണക്കാക്കാൻ പാടില്ല ഇതിൽ, ശുദ്ധഭക്തന്മാര് അതിന് പാടില്ല. അപ്പൊ എന്താണ്, ഈ എല്ലാ പ്രപഞ്ച സൃഷ്ടിയുടെയും എക്സിസ്റ്റൻസ് എന്താണ്, മായാശക്തിയുടെ കീഴിലാണ്, അല്ലെങ്കിൽ ഭൗതിക ശക്തിയുടെ കീഴിലാണ്. അപ്പൊ അത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, വേറെ വേരിയഡ് മെറ്റീരിയൽ പൊട്ടൻസി. ഈ ബഹിരാംഗ ശക്തിയിലും ഒരുപാട് ശക്തിയുണ്ട്. അത് നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും വെറൈഗേറ്റഡ്നെസ് ഉണ്ട് അതിൽ. So text 103. Jiva Shakti Tathastakya Nahi Yara Anta Mukhyatina Shakti Tara Vibhedananta. Jiva Shakti Tathastakya Nahi Yara Anta Mukhyatina Shakti Tara Vibhedananta. Hare Krishna. हरे कृष्ण प्रभु प्रणाम। जीवा शक्ति तटस्थाख्य नहि यार अंध मुख्य तीन शक्ति तारा विभेद आनंद। Hare Krishna. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജീവശക്തി തടസ്താഖ്യ നാഹി യാര അന്ത മുഖ്യ തീന ശക്തി താര വിഭേദ ആനന്ദ. വിവർത്തനം എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഇവയ്ക്ക് രണ്ടിനും മധ്യേയുള്ള തടസ്ഥ ശക്തി എണ്ണമറ്റ ജീവസത്തകൾ ഉൾപ്പെടുന്നതാണ്. അനേകം വിഭാഗങ്ങളോടും ഉപവിഭാഗങ്ങളോടും കൂടിയ ഇവയാണ് മൂന്ന് മുഖ്യ ശക്തികൾ. ഹരേ കൃഷ്ണ. Very good. So the marginal potency which is between these two consists of the numberless living beings. These are the three principal energies which have unlimited categories and subdivisions. അപ്പോൾ ഈ മൂന്ന് പൊട്ടൻസിയാണ്, മൂന്ന് ശക്തികളാണ് പ്രധാനപ്പെട്ടത്. അപ്പൊ ഈ മാർജിനൽ പൊട്ടൻസി എല്ലാ ജീവാത്മാക്കളും ഈ മാർജിനൽ പൊട്ടൻസിയിലാണ് വരുന്നത്, തഥാസ്ഥ ശക്തി. അപ്പൊ അത് ഈ ബഹിരാംഗ അന്തരാംഗ ശക്തിയുടെയും ബഹിരാംഗ ശക്തിയുടെയും ഇടയിൽ വരുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് അതിന് മാർജിനൽ പറയുന്നത്? അല്ലെ, നമ്മൾ നദീ തീരത്ത് അല്ലെ, ബാങ്ക് ഓഫ് ദ റിവർ അല്ലെ, ബാങ്ക് ഓഫ് ദ ഓഷൻ, ഇടയിൽ വരുന്നു മാർജിനൽ. എന്തുകൊണ്ടാണ് അതിന് മാർജിനൽ വെക്കാൻ കാരണം? ഇൻ ബിറ്റ്വീൻ ആണ്. അന്തരംഗ ശക്തിയിലേക്കും കടക്കാം, തടസ്ഥ ശക്തിയിലേക്കും. യെസ്, നമ്മള് സ്പിരിച്വൽ വേൾഡിലും പോകാൻ പറ്റും, അതേപോലെ മെറ്റീരിയൽ വേൾഡിലും നിൽക്കാൻ പറ്റും. നമ്മളുടെ ചോയ്സ് ആണ്. അന്തരാംഗ ശക്തി, ബഹിരാംഗ ശക്തി, രണ്ടിലേക്ക് നമുക്ക് എൻട്രി ഉണ്ട്. ചോയ്സ് നമ്മുടെയാണ്. ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ ഭക്തിയുത സേവനം ചെയ്തിട്ട് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ തഥാസ്ഥ ശക്തിയുള്ള എല്ലാ ലിവിങ് എൻറ്റിസിനും അവിടേക്ക് പോകാൻ പറ്റും, ഇവിടേക്ക് പരംധാമിലേക്ക് പോകാൻ പറ്റും. അല്ല, അതിന് വിപരീതമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ഈ ബഹിരാംഗ ശക്തിയുടെ കീഴിൽ വരാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ ഇൻ ബിറ്റ്വീൻ തഥാസ്ഥ ശക്തി, ബാങ്ക് ഓഫ് ദ റിവർ, മാർജിനൽ. സോ വിച്ച് ഹാവ് അൺലിമിറ്റഡ് കാറ്റഗറീസ് ആൻഡ് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്, അതിൻ്റെ സബ് ഡിവിഷൻസ് ഉണ്ട്, ഉപ കാറ്റഗറീസ് ഉണ്ട്. സോ ദ ഇന്റേണൽ പൊട്ടൻസി ഓഫ് ദ ലോർഡ് വിച്ച് ഇസ് കോൾഡ് ചിത് ശക്തി ഓർ അന്തരാംഗ ശക്തി exhibits variegatedness in the transcendental dark cosmos. Besides ourselves, there are unlimited numbers of liberated living beings who associate with the personality of Godhead in its innumerable features. അപ്പോൾ നമ്മളെ ഒഴിച്ച് മുക്താത്മാക്കൾ ഒരുപാടുണ്ട്. ഇവരെല്ലാം എവിടെയാണ്? മുക്താത്മാക്കൾ മുഴുവനെ ആധ്യാത്മിക ലോകം അല്ലേ, അവരെല്ലാം ലിബറേറ്റഡ് ലിവിങ് എൻറ്റിറ്റീസ്, ലിബറേറ്റഡ് സോൾസ്. നമ്മളെ കണ്ടീഷൻ സോൾസ്, ബദ്ധാത്മാക്കൾ. അപ്പോൾ എല്ലാ ലിബറേറ്റഡ് സോൾസും എവിടെയാണ്? ആധ്യാത്മിക ലോകത്തിൽ. പക്ഷെ അവർക്ക് ഇവിടെ വരാൻ ഭഗവാൻ ഡെപ്യൂട്ട് ചെയ്യാൻ പറ്റും, ഭഗവാന്റെ ലീലകളിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ വരും. അപ്പൊ അവരും നമ്മളിൽ ഒരാളായിട്ട് ജീവിക്കും. നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ. ഈവൻ ആ മുക്താത്മാവും ചിലപ്പോൾ മറക്കും, താൻ എറ്റേണലി ലിബറേറ്റഡ് സോളാണെന്ന് മറക്കും ഈ ഭൗതിക ലോകത്തിൽ വരുമ്പോൾ. അത് എങ്ങനെയാണ് മറക്കുന്നത്? യോഗമായുടെ ശക്തി കൊണ്ടാണ്. അതായത് യോഗമായി ആഗ്രഹിക്കുന്നു ഈ മുക്താത്മ ഇത് മറക്കണം, അപ്പോഴാണ് സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുന്നത്.
അത് ഭഗവാന്റെ ലീലകൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, അതിന് മാധുര്യം കൂട്ടാൻ വേണ്ടിയിട്ട് അവരിപ്പോ ഭഗവാന്റെ എറ്റേണൽ അസോസിയേറ്റ് ആണെന്ന് ഓർമ്മ വന്നാൽ അവർക്ക് ഇതേപോലെ, അതായത് ഒരു റിലേഷൻഷിപ്പ്, ഭഗവാനായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളെപ്പോഴും പറയുന്ന യശോദമായി, യശോദമായി കൃഷ്ണനെ എങ്ങനെ കാണുന്നത്? തന്റെ മകനായിട്ടാണ് കാണുന്നത്, അല്ലേ? ഭഗവാനാണെന്ന് അറിഞ്ഞാൽ ആ വാത്സല്യഭാവം ഉണ്ടായിരിക്കുമോ? ഉണ്ടായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാനാണ് എന്നുള്ള ആ ജ്ഞാനം യോഗമായി കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാത്രമേ വാത്സല്യഭാവം അവിടെ ഡെവലപ്പ് ആവുള്ളൂ. അതുകൊണ്ടാണ് മുക്താത്മാക്കളാണെങ്കിലും കൂടിയിട്ട് ആ ഒരു രസം, ആ രസതത്വത്തിന് ആ ഒരു ഇന്റൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ഭഗവത്വം അവിടെ മറക്കും, ഭഗവാൻ മറക്കും. അതേപോലെ തൻ്റെ ഭക്തന്മാര് അവർക്ക് ഓർമ്മ കൊടുക്കില്ല ഭഗവാൻ. അർജുനന് 11ാമത്തെ അധ്യായത്തില് വിരാട് രൂപം, വിശ്വരൂപം കാണിച്ചു കൊടുത്തപ്പോ അർജുനൻ എന്ത് തോന്നി? അർജുനൻ സഖാഭാവത്തിലായിരുന്നു, അല്ലെ? കണ്ട ഉടനെ അർജുനൻ എവിടുന്ന് സഖാഭാവത്തിന് ദാസ്യഭാവത്തിലേക്ക് വീണു, പറഞ്ഞിട്ട് വീണു. എന്നിട്ട് പറഞ്ഞു, ക്ഷമ ചോദിച്ചു. ഞാൻ ഒരു കൂട്ടുകാരനെ പോലെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, ഒരുമിച്ച് ഉറങ്ങി, ഒരുമിച്ച് കളിച്ചു, എന്നെല്ലാം ചെയ്തു. ഒരുപാട് അപരാധങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ ഈ ഭഗവത്വം ഞാൻ മനസ്സിലാക്കാതെ ഞാൻ ഒരു സഖാവ് പോലെ അങ്ങോട്ട് പെരുമാറിയിട്ടുണ്ട്. ആ തെറ്റിന് എന്നോട് പൊറുക്കണമേ എന്ന് പറയുന്നു അർജുനൻ, അല്ലേ? പക്ഷെ അത് എത്ര നേരം? കുറച്ചു നേരം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും ഭഗവാൻ അവിടെ കട്ടൻ വെച്ചു. അർജുനൻ മറന്നു, വീണ്ടും ഒരു സഖാവിനെ പോലെ പെരുമാറാൻ തുടങ്ങി. അതാണ് ഇവിടെ തൻ്റെ അസോസിയേറ്റ്സ് വരുമ്പോൾ. നേരെ മറിച്ച് വൈകുണ്ഠത്തിൽ ആ ഭാവമല്ല. വൈകുണ്ഠത്തിൽ പോകുമ്പോൾ നമ്മൾ സാധാരണ എന്താണ്? ഐശ്വര്യഭാവത്തിലാണ്, ഓ ഇൻ റെവറൻസ് ആണ് കാണുന്നത്. വൈകുണ്ഠത്തിൽ പോകുമ്പോൾ എന്താണ് പറയുന്നത്? നമ്മുടെ ഐ ആം യുവേഴ്സ്, ഞാൻ അങ്ങയുടേതാണ്. വിഷ്ണുവിനോട് നാരായണനോട് പറയും. അപ്പോൾ യു ഹാവ് ടു പ്രൊട്ടക്ട് മീ, യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മീ, യു ഹാവ് ടു മെയിൻറ്റെയിൻ മീ. ഇതായിരിക്കും നമ്മുടെ ഭാവം. ബിക്കോസ് ഹീസ് ദ മാസ്റ്റർ, ഐ ആം ദ സെർവൻറ്റ്, അല്ലെ? ഹീസ് ദ കൺട്രോളർ, ഹീസ് ദ പ്രൊപ്പറേറ്റർ, ഹീസ് ദ എൻജോയർ, വി ആർ ബീങ് എൻജോയ്ഡ്. അപ്പൊ ആ ഭാവം നമുക്കറിയാം വൈകുണ്ഠത്തില്. അപ്പോൾ ഐ ആം യുവേഴ്സ്, എന്ത് പരികൽപ്പിച്ചാലും അങ്ങയുടെ ദാസനായിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഗോലോകത്തിൽ ആ ഭാവമല്ല. ഭക്തന്മാരുടെ ഗോലോകത്തിലെ ഭാവം എന്താണ്? ഇവിടെ ഐ ആം യുവേഴ്സ്, യു ആർ മൈൻ. അതായത് യശോദമായുടെ എന്താ ഭാവം? കൃഷ്ണൻ എൻ്റെതാണ്, ഞാൻ ഒരാൾക്കും വിട്ടു കൊടുക്കില്ല. ഈസ് മൈൻ അലോൺ, എൻ്റേത് മാത്രം, എൻ്റെ പുത്രനാണ്. ഈശ്വരനാന്ന് പറഞ്ഞാലും അവിടെ ഈശ്വരൻ, എന്ത് ഈശ്വരൻ? എവിടുത്തെ ഈശ്വരൻ? എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ഉടനെ എൻ്റെ സാരി തുമ്പത്ത് പിടിച്ചിട്ട് അവിടെ പിന്നിൽ ഒളിഞ്ഞിരിക്കും പേടിച്ചിട്ട്. അവനാണോ ഈശ്വരൻ എന്ന് ചോദിക്കും. കാരണം വാത്സല്യഭാവം ആ ഐശ്വര്യഭാവത്തിന്റെ മീതെ നിൽക്കുന്നു. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ശരി, ഈശ്വരനല്ല, നാരായണനല്ല, വിഷ്ണു അല്ല, ആരായാലും ഇരിക്കട്ടെ, അവൻ എൻ്റേത് മാത്രം, എൻ്റെ മാത്രം മകനാണ്. ആ ഭാവം, അതായത് യു ആർ മൈൻ, അങ്ങ് എൻ്റേത് മാത്രം. അതാണ് ഗോലോകവൃന്ദാവനത്തിലെയും വൈകുണ്ഠത്തിനുള്ള വ്യത്യാസം. വൈകുണ്ഠത്തില് അവിടെ ഭഗവാനാണ്, ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുന്നു, നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ ഇവിടെ ഗോലോകത്തില് യശോദമായി വിചാരിക്കുന്നു, അല്ലെങ്കിൽ നന്ദമഹാരാജ് വിചാരിക്കുന്നു, മറ്റുള്ള ഗോപികമാർ വിചാരിക്കുന്നു, ഓക്കെ, ഞങ്ങളാണ് കൃഷ്ണനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഞങ്ങളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പാല് കൊടുത്തില്ലെങ്കിൽ, വെണ്ണ കൊടുത്തില്ലെങ്കിൽ കൃഷ്ണനൊന്നും കഴിക്കില്ല. സമയാസമയത്ത് എല്ലാം ചെയ്യണം. അപ്പോൾ ആ ഒരു രസതത്വം അവിടെ വ്യത്യാസമുണ്ട്. രണ്ടും നമ്മൾക്ക് ഒന്നായിട്ട് തോന്നുമെങ്കിലും കൂടിയിട്ട് ആ രസതത്വത്തിന് ഒരുപാട് വ്യത്യാസമുണ്ട്. യു ആർ മൈൻ, ഐ ആം യുവേഴ്സ്. ദ്വാരകയിൽ അങ്ങനെയല്ല, വൈകുണ്ഠത്തിലെ പൊന്നിന്റെ അവിടെ രാജാവായിട്ടാണ് ഭഗവാൻ, ഐശ്വര്യഭാവത്തിലാണ്. അപ്പോൾ ഗോലോകത്തിലും ആ സ്പിരിച്വൽ പ്ലാനറ്റിലാണെങ്കിലും അത് ടോപ്പ് മോസ്റ്റ് പ്ലാനറ്റാണ്. ആ ടോപ്പ് മോസ്റ്റ് പ്ലാനറ്റിലെ ആ ഒരു രസതത്വത്തിന്റെ വ്യത്യാസം പറഞ്ഞുതരാണ്. വാത്സല്യഭാവം, സഖ്യഭാവം, മാധുര്യഭാവം, ഇതൊക്കെ ഗോലോകത്തിന് മാത്രമേ ഉള്ളൂ. അവിടെ ഭഗവാൻ കൃഷ്ണൻ എൻ്റേത് മാത്രമാണ്. പക്ഷെ നമുക്ക് അവിടെ ഒരു കോമ്പറ്റീഷനും ആവശ്യമില്ല. ഓരോരുത്തർക്കും
ഭഗവാൻ എക്സ്ക്ലൂസീവായിട്ട് കിട്ടും ഓരോരുത്തർക്കും. 16,108 പാലസുകളിലും കൊട്ടാരങ്ങളിലും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അയ്യോ 1 മണിക്കൂറെ ഭഗവാന്റെ അടുത്ത് അത് കഴിഞ്ഞാൽ മറ്റേ പാലസിൽ പോകും, അങ്ങനെയൊന്നുമില്ല. ഭഗവാൻ എക്സ്ക്ലൂസീവായിട്ട് എപ്പോഴും ഓരോ ഭക്തന്മാരുടെ കൂടെ ഉണ്ടായിരിക്കും. കാരണം ഓരോ ഭക്തന്മാരും ഓരോ ജീവാത്മാവും ഭഗവാനും തമ്മിലുള്ള ബന്ധം യുണീക്കാണ്. അവിടെ വേറൊരാൾക്ക് ഞാൻ ചെയ്യുന്ന ആ ഒരു സർവീസ് സേവനം വേറെ ആൾക്കും ചെയ്യാൻ പറ്റില്ല. വേറെ ആൾ ചെയ്യുന്ന സേവനം എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തരെയും സേവനം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ റിലേഷൻഷിപ്പിൽ യൂണിക്കാണ്, വളരെ യൂണിക്കാണ്. അതുകൊണ്ട് ഒരാൾക്ക് ഒരു എൻവിയസ്നെസ്സിനോ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനോ അവിടെ തോന്നില്ല. എനിക്ക് കൂടുതൽ കിട്ടി, എനിക്ക് കൂടുതൽ സമയം കിട്ടി, അവർക്ക് കിട്ടിയില്ല, അങ്ങനെ ഒരു ആൾക്കും ഒരു കംപ്ലൈൻറ്റ് പറയാനില്ല. എല്ലാവർക്കും ഭഗവാൻ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ വൈകുണ്ഠ കോസ്മോസിൽ അങ്ങനെയാണ്. ഒരുപാട് വെറൈറ്റേറ്റഡ്നെസ് ഉണ്ട്. ബിസൈഡ്സ് ourselves, there are unlimited numbers of liberated living beings who associate with the personality of Godhead in its innumerable features. അപ്പോൾ ഓരോ ഭക്തന്മാരും ഏത് ഫീച്ചറിലാണ് അവർക്ക് ഇഷ്ടം, ഭഗവാനെ ഉപാസിക്കാനുള്ള ഇഷ്ടം, ആ ഫീച്ചറിൽ ഭഗവാൻ അവർക്ക് ഇത് കൊടുക്കും, ദർശനം കൊടുക്കും, സേവ ചെയ്യാനുള്ള അവസരം കൊടുക്കും. അല്ലേ? ചൈതന്യ മഹാപ്രഭുവിൻ്റെ മഹാപ്രകാശ് ലീലയിൽ ശ്രീവാസാങ്കനിൽ വെച്ചിട്ട് തൻ്റെ ക്ലോസ് അസോസിയേറ്റ്സ് എല്ലാവരെയും വിളിച്ചിട്ട് അവർക്ക് ഏത് ഭാവത്തിലാണോ ഏത് രൂപത്തിലാണോ ഭഗവാനെ ഇഷ്ടം ആ രൂപമാണ് അവർക്ക് കാണിച്ചു കൊടുത്തത്. ചില ആൾക്കാർക്ക് നരസിംഹൻ രൂപമായിരിക്കും, ചില ആൾക്കാർ ശ്രീരാമന്റെ ഭഗവാന്റെ രൂപമായിരിക്കും, ചില ആൾക്ക് കൃഷ്ണൻ രൂപമായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഏത് രൂപത്തിലാണ് ഭഗവാനെ കാണാൻ ആഗ്രഹം, അതിന് ഭഗവാൻ ദർശനം കൊടുത്തു ചൈതന്യ മഹാപ്രഭു മഹാപ്രകാശ് ലീലയില്. അല്ലേ? അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്യൂമറബിൾ ഫീച്ചേഴ്സ് ഉണ്ട് ഭഗവാൻ. ഓരോ ഭക്തനും ഇഷ്ടപ്പെടുന്ന ഫീച്ചർ ഭഗവാൻ അവിടെ കാണിച്ചു കൊടുക്കുന്നു. ആ ഫീച്ചറിൽ നമുക്ക് സേവനം ചെയ്യാനുള്ള അവസരം കൊടുക്കും. So the material cosmos displays the external energy in which the conditioned living beings are provided all liberty to go back to the personality of Godhead after leaving the material tabernacle. Thus Vedasvatara Upanishad 6.8 informs us, natasya karyam karanam cha vidyate, natas samas chabhyadikascha drishyate, parasya shaktir vividhaiva shruyate, swabhavika jnana balakriyacha. എന്നാണ് പറയുന്നത്. സുപ്രീം ലോർഡ് ഈസ് വൺ വിതൗട്ട് എ സെക്കൻഡ്. അപ്പോൾ അദ്ദേഹത്തിന് സമമായിട്ടോ അദ്ദേഹത്തിന് മീതെ ആരുമില്ല. ഈസ് വൺ വിതൗട്ട് എ സെക്കൻഡ്, ഈസ് യുണീക്ക്. അദ്ദേഹത്തെ പോലെ ഒരാളില്ല. ഈവൻ നമ്മുടെ നന്ദമാരല്ല, വസുദേവരും ദേവകി അവരുടെ മുൻപത്തെ ജന്മത്തിൽ പ്രാർത്ഥിച്ചു ഭഗവാനെ പോലെ, അതായത് ഭഗവാനെ പോലെ ഒരു മകനെ കിട്ടും. അപ്പൊ ഭഗവാന് എന്നെപ്പോലെ ആരുമില്ല, എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ തന്നെ മകനായിട്ട് വരും എന്ന് പറഞ്ഞു. അല്ലേ? അപ്പോ ഭഗവാന് തുല്യമായിട്ട് ആരുമില്ല, ഭഗവാന്റെ മുകളിൽ ആരുമില്ല. അതുകൊണ്ടാണ് അതിനെ വൺ വിതൗട്ട് എന്താണ് വൺ വിതൗട്ട്? അദ്വൈതം, രണ്ടല്ല ഒന്ന്. അപ്പൊ ആ പെർസ്പെക്റ്റീവ് അദ്വൈതം ശരിയാണ്. അപ്പൊ ആ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഈസ് വൺ വിതൗട്ട് എ സെക്കൻഡ്, അദ്വൈതം രണ്ടല്ല, ഈസ് വൺ. പക്ഷെ ഫിലോസഫിക്കലി അദ്വൈതം അത് തെറ്റാണ്. അവിടെ എന്താണ്? ഞാനും ഭഗവാനും ഒന്നാകുന്നു, അത് തെറ്റാണ്. ആ ഫിലോസഫി തെറ്റാണ്. ജീവാത്മാവ് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പരമാത്മാവിൽ ലയിക്കുന്നു, അതിൽ വ്യത്യാസമില്ല എന്നുള്ള ആ ഒരു ഫിലോസഫിയാണ് അദ്വൈതം. അത് അദ്വൈത ഫിലോസഫി. ഇവിടെ അദ്വൈതം എന്ന് പറഞ്ഞാൽ ഈസ് വൺ വിതൗട്ട് എ സെക്കൻഡ്. സോ ഹി ഹാസ് നത്തിങ് ടു ഡു പേഴ്സണലി, നോട്ട് ഡസ് ഹി ഹാവ് മെറ്റീരിയൽ സെൻസസ്. അദ്ദേഹത്തിന് നമ്മളെപ്പോലുള്ള ഭൗതിക തലത്തിലുള്ള ഒരു ഇന്ദ്രിയങ്ങളും ഇല്ല. എന്താണ് ബ്രഹ്മസംഹിതയിൽ ഭഗവാൻ പറയുന്നത്? അങ്കാനി യസ്യ സകലേന്ദ്രിയ വൃത്തിമന്തി പശ്യന്തി പാന്തി കലയന്തി ചിരം ജഗന്തി ആനന്ദ ചിന്മയ സദുജ്ജല വിഗ്രഹസ്യ ഗോവിന്ദമാദിപുരുഷം തമം വയാമി. എല്ലാ ഇന്ദ്രിയങ്ങളും ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഭൗതിക തലത്തിൽ ഇന്ദ്രിയങ്ങൾ ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കണ്ണോട് കാണാൻ പറ്റൂ, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. നാവ് കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം, സംസാരിക്കാം, ഇത് മാത്രമേ ചെയ്യാൻ പറ്റൂ.
പക്ഷെ ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾ അങ്ങനെയല്ല. ഭഗവാന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റും. കണ്ണുകൊണ്ട് കാണാൻ പറ്റും, കണ്ണുകൊണ്ട് സൃഷ്ടിക്കാൻ പറ്റും, കണ്ണുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. ഗ്ലാൻസ് അതേപോലെ മറ്റുള്ള ഇന്ദ്രിയങ്ങളും എല്ലാം ഇന്റർചേഞ്ചബിളാണ്. ഈ ഈ ക്വാളിറ്റി നമുക്ക് കിട്ടുമോ? ഇല്ല. ഉറപ്പാണോ? ക്വാളിറ്റി അല്ല. ഭഗവാന് ഒരു ഇന്ദ്രിയം കൊണ്ട് മറ്റേ ഇന്ദ്രിയങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്കും അതായത് മുക്താവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കും അത് കിട്ടും. ഭഗവാന്റെ കൃപ കൊണ്ട് അങ്ങനെ കിട്ടും. അതായത് ഞാൻ ചൈതന്യ മഹാപ്രഭുവിനെ ദർശിക്കുമ്പോൾ, ചൈതന്യ മഹാപ്രഭുവിനെ കാണുമ്പോൾ അല്ലെങ്കിൽ കൃഷ്ണനെ കാണുമ്പോൾ ആ മഹാഭാവത്തിലെത്തുമ്പോൾ, പ്രേമത്തിന്റെ 10 ഡിവിഷൻസ് ഉണ്ട്. അതിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ആ ഡിവിഷനാണ് മഹാഭാവം. മഹാഭാവം 3 ആൾക്കാരാണ് നമ്മുടെ സ്ക്രിപ്റ്റിൽ പറയുന്നത്. 3 ആൾക്കാരാണ് കാണിച്ചിട്ടുള്ളൂ. ആ തലത്തിൽ നമ്മുടെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ആരൊക്കെയാണ് 3 മഹാഭാവത്തിന് ഭഗവാനായിട്ട്? രാധാറാണി, ചൈതന്യ മഹാപ്രഭു, പിന്നെ എനിക്കറിയില്ല, മാധവേന്ദ്രപുരി. ആ തലത്തിലാണ് 3 പേരും. ബാക്കി ഉണ്ടായിരിക്കാം ഒരുപാട്, പക്ഷേ 3 പേരും ശാസ്ത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് ആൾക്കാർ, പക്ഷെ അതിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആരാണ്? രാധാറാണി മഹാഭാവത്തിൽ. ചൈതന്യ മഹാപ്രഭു സെയിം ആണ്. കാരണം ചൈതന്യ മഹാപ്രഭു രാധാറാണിയുടെ ആ ഭാവത്തിലാണ്, അതായത് കൃഷ്ണൻ രാധാറാണിയുടെ ഭാവത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ ആ മഹാഭാവത്തില്, അപ്പൊ ആ മഹാഭാവത്തിലെത്തുമ്പോൾ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ, ഇപ്പോൾ ഭഗവാനെ കാണുകയാണെങ്കിൽ മറ്റുള്ള ഇന്ദ്രിയങ്ങളും ആ ദർശനത്തിൽ പങ്കുകൊള്ളുന്നു എന്ന് പറയുന്നു. നമ്മുടെ മൂക്കും ചെവിയും നാവും ഇതെല്ലാം കണ്ണിന്റെ അതേ പ്രവർത്തന രീതിയിലായിരിക്കും. ഓൾ ദ 5 സെൻസസ് എല്ലാം സ്പിരിച്വൽ സെൻസസ് ആണ് കേട്ടോ. നമ്മുടെ ഭൗതിക ലോകത്തിൽ ഇതെല്ലാം മെറ്റീരിയൽ സെൻസസ് ആണ്. അതിനെ ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഭൗതിക തലത്തില് ഭഗവാന്റെ കൃപ കൊണ്ട് ഭഗവാന് പറ്റുന്ന പോലെ തന്നെ ഭക്തന്മാർക്കും ഭഗവാനെ പൂർണ്ണമായിട്ടും ആസ്വദിക്കാം. ഭഗവാന്റെ ആ രൂപത്തെ എന്താണ് പറയുന്നത്? ആനന്ദലീലായ വിഗ്രഹായ, അല്ലെ? ആ വിഗ്രഹം, ആ ഫീച്ചറിനെ, ആ രൂപത്തെ നമുക്ക് ഓരോ ഇന്ദ്രിയങ്ങളും നമുക്ക് കണ്ടിട്ട് രസിക്കുകയാണെങ്കിൽ എല്ലാ ഇന്ദ്രിയങ്ങളും അതിനെ ഫോക്കസ് ചെയ്യും, കാണാനുള്ളത് തരും. നമ്മുടെ ഇന്റർചേഞ്ചബിളാണ് ഭഗവാന്റെ കൃപ കൊണ്ട് ആ തലത്തിലേക്ക് എത്തുമ്പോൾ, മഹാഭാവത്തിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ the Supreme Lord is one without a second. He has nothing to do personally, nor does he have material senses. No one is equal to him or greater than him. അതിനെന്താണ് പറയാ? സംസ്കൃതത്തിൽ no one is equal to him or greater than him. അസമർത്ഥം. He has unlimited variegated potencies of different names which exist within him as autonomous attributes and provide him full knowledge, power and pastimes. Unlimited variegated potencies. ഭഗവാന്റെ എല്ലാം അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പറയുന്നില്ലേ, ആനന്ദാംബുധി വർധനം. ഭഗവാന്റെ ഏത് പൊട്ടൻസിയും അതിങ്ങനെ ഇപ്പൊ നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഭൗതിക തലത്തില് ഒരു ധനാഠ്യന്റെ വലിയൊരു ബിസിനസ്സുകാരന്റെ പൈസ നമ്മൾ കണക്കൂട്ടാണ്. ഇന്നത്തെ കാലത്ത് ഷെയർ മാർക്കറ്റിലും അവിടെയും ഇവിടെയൊക്കെ ഡിപ്പോസിറ്റ് ആകും. അപ്പോൾ ഒരിക്കലും ആ ബിസിനസ് ചെയ്യുന്ന ആ ധനവാന്റെ പൈസ നമുക്ക് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ഇത്ര പൈസ നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ കണക്കൂട്ടി വരുമ്പോഴേക്കും എത്രയോ പൈസ അതിന്റെ കൂടിയുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടായിരിക്കും, മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷൻ കാരണം. അപ്പോൾ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റില്ല അവരുടെ ഭൗതിക തലത്തില്. പക്ഷെ ഭഗവാന്റെ പൊട്ടൻസീസ്, ഭഗവാന്റെ എനർജീസ് നമ്മൾ എണ്ണി തിട്ടപ്പെടുകയാണെങ്കിൽ അതിനെ മെഷർ ചെയ്യാൻ പറ്റില്ല. അവിടെ കുറവല്ല, അത് അവിടെ കൂടിക്കൊണ്ടേയിരിക്കുക. നമ്മൾ ഓക്കെ ഭഗവാന്റെ ക്വാളിറ്റീസ് ഇത്രയുണ്ട്, ഭഗവാന്റെ ആട്രിബ്യൂട്ട്സ് ഇത്രയുണ്ട്
ഭഗവാന്റെ പൊട്ടൻസീസ് ഉണ്ട്. ഇത്രയൊക്കെ നമ്മൾ കൂട്ടി വരുമ്പോഴേക്കും എത്രയോ ബില്യൺ ഫോൾഡ് അത് വർദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈവൻ ഭഗവാനും കൂടി തൻ്റെ പൊട്ടൻസീസ്, തൻ്റെ ശക്തിയെ പറ്റിയിട്ട് ഒരു അറിവുണ്ടാവില്ല. അതൊരു വിരോധാഭാസമാണെങ്കിലും കൂടിയിട്ട് ഭഗവാൻ നല്ല അറിയാം. പക്ഷേ അങ്ങനെ നമ്മൾ പറയേണ്ടി വരും. കാരണം വെച്ചാൽ നമ്മളത് മെഷർ ചെയ്ത് അതല്ലേ പറയുന്നത്. ഈവൻ അനന്തനും കൂടിയിട്ട് ഭഗവാന്റെ ലീലകളോ അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തിയെ പറ്റിയിട്ട് അത് എന്താണ് പറയുന്നത്, ഇത്രയും മൗത്തുള്ള, ഇത്രയും വായുള്ള അനന്തനും കൂടിയിട്ട് ഭഗവാന്റെ ലീലകളെ പുകഴ്ത്തി പാടാനുള്ള ഇതില്ലാന്ന്, അത്രയുമാണ്. നമ്മുടെ ഒരു നദീതീരത്ത് പോയിട്ട് അവിടെയുള്ള മണൽത്തരികളെ എണ്ണുന്നതിന് പോലെ ഇരിക്കും. നമുക്ക് എണ്ണാൻ പറ്റുമോ? അത് വീണ്ടും സയൻസിന്റെ പുരോഗതി അനുസരിച്ചിട്ട് ഒരു പക്ഷേ അത് സാധ്യമായിരിക്കാം. ഈ പ്രപഞ്ചത്തിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്ന് ഒരു പക്ഷേ ശാസ്ത്രജ്ഞന്മാർക്ക് നാളെ അത് എണ്ണി തിട്ടപ്പെടുത്താനുള്ള കഴിവ് കിട്ടുമായിരിക്കാം. പക്ഷേ ഭഗവാന്റെ ലീലകളോ ഭഗവാന്റെ ശക്തിയോ നമുക്ക് അത് കോംപ്രിഹെൻഡ് ചെയ്യാൻ, അത് മനസ്സിലാക്കാനുള്ള ആ ഒരു കഴിവ് നമുക്കില്ല. അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് വ്യത്യാസം. ആണ് ദാറ്റ്സ് വൈ ഹി ഹാസ് അൺലിമിറ്റഡ് വെറൈഗേറ്റഡ് പൊട്ടൻസീസ് പറയുന്നത്. എന്തുകൊണ്ടാണ് അൺലിമിറ്റഡ് പറയുന്നത്? നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ അത് ലിമിറ്റഡ് ആയി അല്ലേ? നമ്മൾ പറയാ ഒരു 1 മില്യൺ മാംഗോസ് ഉണ്ട്, അറിയാം. അപ്പൊ അത് അൺലിമിറ്റഡ് അല്ല. ഇത് നമുക്കറിയാം 1 മില്യൺ മാംഗോസ് ഉണ്ട്. എപ്പോഴാണ് അൺലിമിറ്റഡ് പറയുന്നത്? നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിന് അൺലിമിറ്റഡ്. സോ വാസ്റ്റ്. So he has unlimited variegated potencies of different names which exist within him. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ബൈ ഡിഫോൾട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇൻബിൽട്ട് ആണ് ആസ് ഓട്ടോണമസ് ആട്രിബ്യൂട്ട്സ് ആൻഡ് പ്രൊവൈഡ് ഹിം ഫുൾ നോളജ്, പവർ ആൻഡ് പാസ്റ്റൈറ്റ്സ്. ഇതാണ് ഭഗവാൻ. ആ ഭഗവാനാണ് ചൈതന്യ മഹാപ്രഭു. ഇതിൻ്റെ ഈ അധ്യായത്തിന്റെ പേരെന്താണ്? എന്താണ് ഈ അധ്യായത്തിന്റെ പേര്? മറന്നോ? ലോർഡ് ചൈതന്യ, ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ചൈതന്യ മഹാപ്രഭു ആരാണ്? പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ. ഭഗവാൻ കൃഷ്ണന് വ്യത്യാസമില്ല. ഭഗവാൻ കൃഷ്ണൻ ആരാണോ അതന്നെ ചൈതന്യ മഹാപ്രഭു. ഇവിടെ ശരണാവതാരം എടുത്തു വന്നു മാത്രം. രണ്ടുപേരും അവതാരിയാണ്. എന്താണ് അവതാരി പറഞ്ഞാൽ എവിടെ നിന്നാണ് ബാക്കിയുള്ള അവതാരങ്ങളെല്ലാം ഉത്ഭവിക്കുന്നത്, അതുകൊണ്ട് അവതാരി. അപ്പോൾ ആ കൃഷ്ണൻ തന്നെയാണ് ഇവിടെ ഭക്തരൂപത്തിലെ ചൈതന്യ മഹാപ്രഭു. there is no difference. So 104 ഏ മതസ്വരൂപ ഗണ ആരതീന ശക്തി സഭാര ആശ്രയ കൃഷ്ണേ കൃഷ്ണ കൃഷ്ണ സഭാര സ്ഥിതി. ഏ മതസ്വരൂപ ഗണ ആരതീന ശക്തി സഭാര ആശ്രയ കൃഷ്ണ കൃഷ്ണ സഭാര സ്ഥിതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹേ മത സ്വരൂപ ഗണ ആരതിന ശക്തി സബരാശ്രയ കൃഷ്ണ കൃഷ്ണ സബര സ്ഥിതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 104. ഏമദ സ്വരൂപ ഗണ ആരാധീന ശക്തി സബാര ആശ്രയ കൃഷ്ണ കൃഷ്ണേ സബാര സ്ഥിതി. വിവർത്തനം ബൈ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഇവയാണ് ഭഗവാന്റെയും അവിടത്തെ ത്രിവിധ ശക്തികളുടെയും മുഖ്യ ആവിഷ്കാരങ്ങളും വിസ്തരണങ്ങളും. അവയെല്ലാം സർവാതിശായിയായ ശ്രീകൃഷ്ണനിൽ നിന്നുള്ള ഉത്ഭവങ്ങളാണ്. അവയ്ക്ക് അവിടുന്നിലാകുന്നു അസ്തിത്വം. ഹരേ കൃഷ്ണ. So these are the principal manifestations and expansions of the personality of Godhead and his three energies. They are all emanations from Sri Krishna, the transcendence. They have their existence in him. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട ശക്തികള് ഭഗവാനിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഇതെല്ലാം അതിന് ഭഗവാനിലുണ്ട്. ആ അസ്തിത്വം ഭഗവാനിലാണ്. ഇത് പുറമേന്ന് വരുന്നതല്ല. ഓക്കെ, ഇൻബിൽട്ടാന്ന് ഞാൻ പറഞ്ഞത്. ദേ ഹാവ് ദെയർ എക്സിസ്റ്റൻസ് ഇൻ ഹിം. എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ ഇച്ഛപ്രകാരം ഈ ശക്തികളെല്ലാം അവിടെ ഫങ്ഷൻ ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. ഭഗവാന്റെ ഇച്ഛപ്രകാരമാണ് അല്ലേ എല്ലാം ഭഗവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുക്കണം.
നമുക്ക് സിമ്പിളായിട്ട് ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് ഭക്ഷണം പാചകം ചെയ്യണം അല്ലേ? നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് പച്ചക്കറിയോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം, എന്നിട്ട് അതിൻ്റെ മസാലയൊക്കെ കൊണ്ടുവരണം, എന്നിട്ട് അതെല്ലാം ഒരുക്കുമാനം ചെയ്യണം, പിന്നെ അത് കുക്ക് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ. ഭഗവാൻ അത് ആവശ്യമുണ്ടോ? ഇച്ഛിച്ചാൽ മതി, അവിടെ എല്ലാം തയ്യാറായി. സിംപ്ലി ബൈ ഡിസൈറിങ്. അതാണ് ആധ്യാത്മിക ലോകം. നമ്മുടെ കൽപ്പവൃക്ഷം, കാമധേനു അല്ലെങ്കിൽ സുരഭിയൊക്കെ കേൾക്കുന്നുണ്ടോ? കൽപ്പവൃക്ഷം എന്താണ്? ആധ്യാത്മിക ലോകത്തിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇച്ഛിച്ചാൽ മതി, അത് നമ്മുടെ ഉടനെ അവിടെ റെഡി ആയിരിക്കും. നമുക്ക് ഒരു പ്രയത്നം ആവശ്യമില്ല. അവിടെ ദുഃഖം എന്ന് അങ്ങനത്തെ കാര്യമില്ല, സുഖം മാത്രമേ ഉള്ളൂ. അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്ത് ആഗ്രഹമുണ്ടോ സാധിക്കാനുള്ള അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് വൈകുണ്ഠലോകം അല്ലെങ്കിൽ ആത്മീയ ലോകം. ഇവിടെ നമുക്ക് ഒരുപാട് ടോയിൽ ചെയ്യണം, ഒരുപാട് എഫേർട്ട് എടുക്കണം. എന്നാൽ മാത്രമേ, എന്നാലും ഉറപ്പില്ല അത് സംഭവിക്കും, സക്സസ്ഫുൾ ആവുന്നുണ്ട്. ഒരു കുട്ടി എത്ര നന്നായി പഠിച്ചാലും ശരി, എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ശരി, 100 മാർക്ക് കിട്ടുന്ന യാതൊരു ഉറപ്പില്ല. ഈവൺ 95 കിട്ടുന്ന ഉറപ്പില്ല. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളെന്താ ചിലപ്പോൾ ബ്ലാങ്ക് ആവും, എഴുതാൻ പറ്റില്ല, ഓർമ്മ വരില്ല, എവിടെ മാർക്ക് കിട്ടില്ല. അപ്പൊ ഇവിടെ നമ്മൾ എത്ര എഫേർട്ട് എടുത്താലും ശരി, സക്സസ് ഗ്യാരണ്ടീഡ് അല്ല. പക്ഷെ അവിടെ അങ്ങനെയല്ല, ഒരു എഫേർട്ട് എടുക്കണ്ട, സിംപ്ലി ബൈ ഡിസൈറിങ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നു. അതാണ് ആധ്യാത്മിക ലോകം. സോ ടെക്സ്റ്റ് 105. യദ്യപി ബ്രഹ്മാണ്ട ഗണേര പുരുഷാശ്രയ സേ പുരുഷാദി സഭാര കൃഷ്ണമൂലാശ്രയ. യദ്യപി ബ്രഹ്മാണ്ട ഗണേര പുരുഷാശ്രയ സേ പുരുഷാദി സഭാര കൃഷ്ണമൂലാശ്രയ. यद्यपि ब्रह्माण्डगणेन पुरुष आश्रय से ही पुरुषादि सहारा कृष्णमूलाश्रय. हरे कृष्ण. हरि बोल. हरे कृष्ण प्रभु प्रणाम. यद्यपि ब्रह्मांड गणेर पुरुष आश्रय से पुरुषादि सभार कृष्ण मूलाश्रय. വർത്തനം ശീല പ്രഭുപാദ് की जय. സർവ്വലോകങ്ങളുടെയും ആശ്രയം 3 പുരുഷാവതാരങ്ങളാണെങ്കിലും പുരുഷാവതാരങ്ങളുടെ മൂല സ്രോതസ് കൃഷ്ണ ഭഗവാനാണ്. Hare Bol. Although the 3 Purushas are the shelter of the universes, Lord Krishna is the original source of the Purushas. അവിടെ 3 പുരുഷന്മാരെ പറ്റി പറയുന്നത് നമുക്കറിയാം. മഹാവിഷ്ണു, ഗർഭസായ വിഷ്ണു, ക്ഷീരസായ വിഷ്ണു. ഈ 3 പുരുഷന്മാരും ഈ നമ്മളുടെ ഇവിടുത്തെ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ ബ്രഹ്മാണ്ടത്തിന്റെയും സോഴ്സ് അവരാണ്, ഷെൽട്ടർ അവരാണ്. ആ 3 പുരുഷന്മാരും ഒറിജിനൽ ആരാണ്? കൃഷ്ണ, ലോർഡ് കൃഷ്ണ അല്ലേ? ഏതേ ചാംസ കലാ പുംസ കൃഷ്ണാസ്തു ഭഗവാൻ സൈ. അവിടെ പുംസ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ പുരുഷാവതാരന്മാർ. 3 പുരുഷാവതാരത്തിനാണ് അവിടെ. അവരെല്ലാം ഭഗവാന്റെ അംശം കലയായിട്ടാണ് വരുന്നത്. ഒറിജിനൽ ആരാണ്? ഭഗവാൻ കൃഷ്ണനാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ മിക്ക ആൾക്കാർക്കും, അതായത് ഇതിന്റെ ബേസിക് ഫൗണ്ടേഷൻ അറിയാത്ത ആളുടെ പ്രപഞ്ചത്തിന്റെ നാഥൻ ആരാണ്? ഏറ്റവും ടോപ്പിൽ ആരാണ്? വിഷ്ണു എന്ന് നാരായണൻ പറയും. കാരണം ശരിയാണ്, നമുക്കറിയുന്ന അത് വിഷ്ണു എന്നാണ്. എല്ലാ പ്രപഞ്ചങ്ങളും സൃഷ്ടിക്കുന്നത് വിഷ്ണു ആണ്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലേ? വിഷ്ണു എന്നാണ് ഈ അവതാരങ്ങളെന്ന് വരുന്നത്. ശരിയാണ്. പക്ഷെ ആ വിഷ്ണു, 3 വിഷ്ണുമാരുടെയും ഒറിജിനൽ കൃഷ്ണ എന്ന് പറയുമ്പോൾ അവർക്ക് ദഹിക്കില്ല. കാരണം ഇതിന്റെ ഈ ഒരു സിസ്റ്റമാറ്റിക് ടീച്ചിങ്സ് വളരെ കുറവ് ആൾക്കാർക്ക് അറിയും. അതിൽ ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് ചൈതന്യ ചരിതാമൃതത്തിൽ തന്നിട്ടുണ്ട്. ഗൗഡിയ വൈഷ്ണവന്മാർക്ക് മാത്രമാണ് ഇതിന്റെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുള്ളൂ. മറ്റെല്ലാവരും ആരാണ്? ഭഗവാനാണ് വിഷ്ണു, കൃഷ്ണനാണ് വിഷ്ണുവിന്റെ അവതാരം. ശരിയാണ്. പക്ഷേ അതിന്റെ ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഇല്ല അവർക്ക്. ആ എല്ലാ പുരുഷന്മാരുടെയും, അത് മഹാവിഷ്ണു ആയിക്കോട്ടെ, ഈ വിഷ്ണു പറഞ്ഞാൽ മഹാവിഷ്ണു, ഗർഭസായ വിഷ്ണു, ക്ഷീരസായ വിഷ്ണു, ഈ 3 വിഷ്ണു ഉണ്ടെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ.
പൊതുവെ ഇപ്പൊ നമ്മൾ മറ്റുള്ള ഏതെങ്കിലും സൊസൈറ്റി, റിലീജിയസ് സൊസൈറ്റിയിട്ട് പറഞ്ഞിട്ട് 3 പേര് പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് അറിയില്ല അത് ആരാണ് എന്താണെന്ന് അവർക്ക് അറിയില്ല. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, ഒരു നോളജ് നമുക്ക് ഇങ്ങനെയുള്ള ചൈതന്യ ചരിതാമൃതം എസ്പെഷ്യലി ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിൽ കിട്ടും. മറ്റെന്താ മഹാവിഷ്ണു, എല്ലാവരും മഹാവിഷ്ണു പറയും. പക്ഷേ പെർട്ടിക്കുലർലി ഗർഭ ഉദകസായ വിഷ്ണു, ക്ഷീര ഉദകസായ വിഷ്ണു അവരെ പറ്റി അറിയില്ല. അവരെ പറ്റി അറിയണമെങ്കിൽ ഈ സമ്പ്രദായത്തിൽ വന്നാൽ മാത്രമേ അറിയുള്ളൂ. വളരെ ചുരുക്കം പേർക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് അറിയുള്ളൂ. അത് ഇതിന്റെ ആണ് ആദ്യത്തെ ഒരു 7-8 ചാപ്റ്റർ വളരെ ഫിലോസഫിക്കലായിട്ട് പറയുന്നു. കാരണം ഈ ഫിലോസഫി, ഈ തത്വം ഇത് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഭഗവാന്റെ അല്ലെങ്കിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ അല്ലെങ്കിൽ കൃഷ്ണന്റെ ഗ്രേറ്റ്നെസ് നമുക്ക് മനസ്സിലാകും. അവരുടെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കി മാത്രമേ അവരുടെ ലീലകൾ നമ്മൾ തെറ്റാതെ നമ്മൾ മനസ്സിലാക്കുള്ളൂ. തെറ്റാതെ കാരണം എവിടെയാണ് നമ്മൾ വളരെ ലൈറ്റ്ലി എടുക്കുന്ന ലീലകളുടെ കാര്യത്തിലാണ് നമ്മളത് പ്രശ്നം വരുന്നത്. ഭഗവാനായിട്ട് ഇങ്ങനെ ചെയ്തു, ഭഗവാനായിട്ട് അങ്ങനെ ചെയ്തു, ഭഗവാൻ എന്താ അങ്ങനെ ചെയ്ത്, എസ്പെഷ്യലി ലീലകൾ വരുമ്പോൾ ചില സബ്ജക്റ്റ് പർട്ടിക്കുലർ ലീലയൊക്കെ വരുമ്പോൾ അതും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം അവർ ആരൊക്കെ വെച്ചാൽ നമ്മളെ പോലുള്ള എല്ലാവർക്കും അത് നമ്മളും ആ ഒരു മൺഡെയിൻ വ്യൂല് ആണ് കാണുന്നത്. മൺഡെയിൻ വിഷനാണ്. നമ്മുടെ ട്രാൻസെൻഡന്റൽ ലെവലിലല്ല അത് കാണുന്നത്. ഭൗതിക തലത്തിൽ നമ്മളെ പോലുള്ള ക്രിയാകർമ്മങ്ങളാണ് അതും എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് അതിനെ നമ്മൾ സാമാന്യ രീതിയിൽ കാണുന്നത്. അതുകൊണ്ട് ഇത്രയും ഈവൻ ഭാഗവതം നോക്കിയാലും ശരി, 9 സ്കന്ധം ഭഗവാന്റെ ഗ്രേറ്റ്നെസ് മനസ്സിലാക്കിയാൽ മാത്രമാണ് 10ാമത്തെ സ്കന്ധത്തിലെ ലീലകൾ നമ്മൾ മനസ്സിലാക്കുന്നത്, തെറ്റിദ്ധരിക്കാതെ. അല്ലെങ്കിൽ നേരെ 10ാമത്തെ സ്കന്ധമാണ് വായിക്കണമെങ്കിൽ അത് വളരെ ലൈറ്റായിട്ടെടുക്കും. ഭഗവാന്റെ കാര്യങ്ങളെല്ലാം ഒരു സാധാരണ ആൾക്കാർ ചെയ്യുന്ന പോലുള്ള ആക്ടിവിറ്റീസ് ആയിട്ടേ കാണുള്ളൂ. ലീല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് തുല്യമല്ല. അത് ദിവ്യമായിട്ടുള്ള തലത്തിലുള്ള കാര്യങ്ങളാണ്. നോട്ട് ഓൺ മെറ്റീരിയൽ പ്ലാറ്റ്ഫോം ബട്ട് സ്പിരിച്വൽ പ്ലാറ്റ്ഫോം. 3 ഗുണത്തിൻ്റെയും അധീനത്തിൽ വരുന്നതല്ല. അതാണ് പ്രധാനപ്പെട്ട അതായത് കർമ്മവും ലീലയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ ഇതാണ് മെയിനായിട്ട് വ്യത്യാസം. ലീല 3 ഗുണത്തിന് അതീതമായി നിൽക്കുന്നു, കർമ്മം 3 ഗുണത്തിന്റെ അധീനത്തിൽ നിൽക്കുന്നു. നമ്മളുടെ ചെയ്യുന്നതെല്ലാം കർമ്മമാണ്, ഭഗവാൻ ചെയ്യുന്നതെല്ലാം ലീലയാണ്. ഭഗവാനും ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരും. നമ്മൾ ചെയ്യുന്ന കർമ്മം എന്തുകൊണ്ട് അതിന് റിയാക്ഷൻസ് ഉണ്ട് അല്ലേ? അതിന് ഓരോ കർമ്മത്തിനും അതിൻ്റെതായിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ട്. ഭഗവാൻ ചെയ്യുന്ന ഒരു കർമ്മത്തിനും അത് ലീലയായതുകൊണ്ട് 3 ഗുണത്തിന്റെ അതീതമായിട്ടുള്ള തലത്തിലായതുകൊണ്ട് അതിന് റിയാക്ഷൻസ് ഇല്ല. പിന്നെ കർമ്മം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സമയത്ത് അത് മെച്ചറാവും റിയാക്ഷൻസ്. അവിടെ ലീല എന്ന് പറഞ്ഞാൽ അതിനൊക്കെ കർമ്മഫലമില്ലാത്തതുകൊണ്ട് അതിന് യാതൊരു അറ്റാച്ച്മെന്റും, സ്ട്രിങ്സ് അറ്റാച്ച്മെന്റ് ഇല്ല. ഒരു സ്ട്രിങ്സും അറ്റാച്ച്ഡ് അല്ല. അത് ഓരോന്നും ഇൻഡിപെൻഡന്റ് ആണ്. അതിന് യാതൊരു കോൺസിക്വൻസസും റിയാക്ഷൻസും ഇല്ല. അപ്പൊ ഈ എല്ലാ ഒറിജിനൽ സോഴ്സ് ഓഫ് ഓൾ ദ പുരുഷാസ് ഭഗവാൻ കൃഷ്ണനാണെന്ന് നമുക്ക് ഇങ്ങനത്തെ ഈ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജിലൂടെ മാത്രമേ അറിയുള്ളൂ. സാധാരണ ഭഗവത്ഗീത വായിക്കുന്നതോടും കൂടി അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് കൃഷ്ണനല്ല, കൃഷ്ണന്റെ ഉള്ളിലെ ശക്തിയാണ് ഇതെല്ലാം ചെയ്യുന്ന എന്ന് വ്യാഖ്യാനിക്കുന്ന ഭഗവത്ഗീതയും ഇഷ്ടംപോലെ ഉണ്ട്. ഭഗവാനെ ഒരു വ്യക്തിയായിട്ട് കാണാൻ പല ആൾക്കാർക്കും ഇപ്പോഴും മടിയുണ്ട്. ഭഗവാൻ ശക്തിയാണ്. ആ ശക്തിയുടെ കീഴിലാണ് ഈ വ്യക്തി എന്നുള്ള ഒരു അവതാരം വരുന്ന എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് ആൾക്കാരും. ഇതെല്ലാം ഏത് ഫിലോസഫിയിൽ വരുന്നു? മായാവാദ ഫിലോസഫിയിൽ. അതെ. അപ്പൊ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായ പ്രകാരം മാത്രമല്ല, എല്ലാ വൈഷ്ണവ സമ്പ്രദായ പ്രകാരം ഭഗവാൻ വ്യക്തിയാണ്.
ആ വ്യക്തിയിൽ നിന്ന് വരുന്നതാണ് ശക്തി. ശക്തി ഇല്ല എന്നല്ല പറയുന്നത്. അത് പ്രഭാത വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പൊട്ടൻസ് ആൻഡ് പൊട്ടൻസി, എനർജറ്റിക് ആൻഡ് എനർജി, ശക്തിമാൻ, ശക്തി, ഇതെല്ലാം എന്താണ് പരസ്പരം ഇന്റർ റിലേറ്റഡ് ആണെങ്കിൽ കൂടിയിട്ട് സുപ്പീരിയർ ഈസ് ശക്തിമാൻ, ശക്തിമാൻ എന്നാണ് ശക്തി വരുന്നത്. അതേപോലെ എനർജറ്റിക്, അവിടെ നിന്നാണ് എനർജി വരുന്നത്. പൊട്ടൻറ്റ്, പൊട്ടൻ എന്നാണ് പൊട്ടൻസി വരുന്നത്. അപ്പോൾ ഈ തത്വം മനസ്സിലാക്കാൻ ശ്രീ പ്രഭുപാദർ ബുക്ക് തന്നെ വായിക്കണം. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നുണ്ട്. ഈ എസ്പെഷ്യലി ഭഗവത്ഗീത, ഭാഗവതം, ചൈതന്യ ചരിതാമൃതം, ഇത് മൂന്നും ശ്രീ പ്രഭുപാദർ വായിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ബാക്കി ഏത് പുസ്തകം വായിച്ചാലും ശരി, ഏത് ട്രാൻസ്ലേഷൻ വായിച്ചാലും ശരി, അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടുള്ള നോളജ് കിട്ടില്ല. സോ 106 സ്വയം ഭഗവാൻ കൃഷ്ണ, കൃഷ്ണ സർവാശ്രയാം, പരമ ഈശ്വര കൃഷ്ണ സർവശാസ്ത്രേകയാം. സ്വയം ഭഗവാൻ കൃഷ്ണ, കൃഷ്ണ സർവാശ്രയാം, പരമ ഈശ്വര കൃഷ്ണ സർവശാസ്ത്രേകയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്വയം ഭഗവാൻ കൃഷ്ണ, കൃഷ്ണ സർവാശ്രയ, പരമ ഈശ്വര കൃഷ്ണ സർവശാസ്ത്രേകയാ. ഹരേ കൃഷ്ണ. കൂടി സ്വയം ഭഗവാൻ കൃഷ്ണ, കൃഷ്ണ സർവാശ്രയ, പരമ ഈശ്വര കൃഷ്ണ സർവശാസ്ത്രേകായ. വിവർത്തനം ബൈ AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഇപ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എല്ലാ വിസ്തരണങ്ങളുടെയും ആദിമൂലം. എല്ലാ ശാസ്ത്രങ്ങളും ശ്രീകൃഷ്ണനെ പരമ ഈശ്വരനായി അംഗീകരിക്കുന്നു. ഹരേ കൃഷ്ണ. അവിടെ കവിരാജ് ഗോസ്വാമി പറയാണ് എന്താണ്, അതുകൊണ്ട് കൃഷ്ണ, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, കൃഷ്ണ ഇസ് ദ ഒറിജിനൽ primal Lord, the source of all other expansions, all the revealed scriptures except Krishna, Sri Krishna is supreme God. പല ആൾക്കാർക്കും നമ്മളുടെ സനാതന ധർമ്മത്തെ പറ്റിയിട്ടുള്ള ഒരു തെറ്റായിട്ടുള്ളത് മെനി ഗോഡ് കൺസെപ്റ്റ്, പോളിത്തീസം. എന്താണ് പോളിത്തീസം പറഞ്ഞാൽ? മെനി ഗോഡ്സ്, ഒരുപാട് ഈശ്വരന്മാരുണ്ട്. ആ എല്ലാ ഈശ്വരന്മാരും അതേ സെയിം ഗോഡിന്റെ പല രൂപങ്ങളാണ്, എല്ലാവരും ഒന്നാണ്, പക്ഷെ മെനി ഗോഡ് കണ്ട് പോളിത്തീസം. നമ്മൾ വിശ്വസിക്കുന്ന നമ്മളെന്താണ്? വൺ ഗോഡ് കൺസെപ്റ്റാണ്. എല്ലാ സനാതന ധർമ്മം ആക്ച്വലി വൺ ഗോഡ് കൺസെപ്റ്റാണ്. പക്ഷെ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഫിലോസഫീസ് ഉണ്ട്, വ്യത്യസ്തമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ ചില ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ആണ് എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ മാത്രമാണ് വൺ ഗോഡ് കൺസെപ്റ്റ്. ആക്ച്വലി സനാതന ധർമ്മം വൺ ഗോഡ് കൺസെപ്റ്റാണ്, മോണോതീസമാണ്, അല്ലാണ്ട് പോളിതീസം അല്ല, മോണോതീസം. മോണിസം അല്ല കേട്ടോ. മോണിസം മോണോതീസം തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? മോണോതീസം മോണിസം തമ്മിൽ വ്യത്യാസം. ആ മാതാജി, കവിരൂപ മാതാജി. മോണോതീസം പറഞ്ഞാൽ ഒരു ദൈവം, മോണിസം എന്ന് പറഞ്ഞാലോ അത് മായാവാദ ഫിലോസഫി. ഞാനും ഭഗവാനും ഒന്നാണ് അല്ലേ? അത് ഞാനും ഭഗവാനും ഒന്നായിട്ടുള്ള ഫിലോസഫി, അത് മായാവാദായി. അതാണ് മോണിസം വൺ. മറ്റത് ഒരു ദൈവം, പല ദൈവം. പാൻതിസം ഉണ്ട്, ഈ പ്രകൃതി തന്നെ ദൈവമാണ്. അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് സിദ്ധാന്തങ്ങളുണ്ട്. അതിൻ്റെതായിട്ടുള്ള എല്ലാം കംപ്ലീറ്റ് അല്ല. അതിൽ ചില സത്യങ്ങളുണ്ട്, ചിലത് കുറച്ച് ഇതുണ്ട്, ഇൻകംപ്ലീറ്റ്നെസ് ഉണ്ട്. കംപ്ലീറ്റ് എന്താണ്? നമ്മുടെ ചൈതന്യ മഹാപ്രഭു 4 വൈഷ്ണവ സമ്പ്രദായത്തിൽ നിന്നും എടുത്തിട്ടുള്ള എല്ലാ മെയിൻ 2 പ്രിൻസിപ്പിൾസ് എടുത്ത് നമുക്ക് തന്നിട്ടുള്ള അചിന്ത്യ ഭേദ അഭേദ തത്വം. ദാറ്റ്സ് എ റിഫൈൻഡ് വേർഷൻ. മറ്റു തെറ്റാണ് അചിന്ത്യ ഭേദ അഭേദ. അചിന്ത്യ
അചിന്യ ഭേദ അഭേദ തത്വം. ഓക്കെ, അപ്പൊ മറ്റേനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഇൻകംപ്ലീറ്റ്നെസ് ഉണ്ട്, തെറ്റാന്നല്ല പറയുന്നത്, ചില കുറവുകളുണ്ട്. ഇത് ടോട്ടലി റിഫൈൻ ചെയ്തിരിക്കുന്നു. ആ 4 വൈഷ്ണവ സമ്പ്രദായത്തിൽ നിന്നും എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഈ 2 പ്രിൻസിപ്പിൾസ് എടുത്തിട്ട് നമുക്ക് തന്നിരിക്കുന്ന തത്വമാണ് അചിന്യ ഭേദ അഭേദ തത്വം. So thus the personality of Godhead Sri Krishna is original, primal Lord, source of all other expansions, all the revealed scriptures, except Sri Krishna as the Supreme Lord. 107. Ishvara Parama Krishna Sachidananda Vigraha Anadiradi Govinda Sarvakarana Karanam. Ishvara Parama Krishna Sachidananda Vigraha Anadiradi Govinda Sarvakarana Karanam. Hare Krishna. ഹരേ കൃഷ്ണ. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. വിവർത്തനം. ഗോവിന്ദൻ എന്നറിയപ്പെടുന്ന കൃഷ്ണനാണ് പരമനിയന്താവ്. അവിടുന്ന് ശാശ്വതവും ജ്ഞാനപൂർണവും ആനന്ദപൂർണവുമായ ആധ്യാത്മിക ശരീരമുണ്ട്. തുടക്കമില്ലാത്തവരും എന്നാൽ എല്ലാറ്റിന്റെയും ആരംഭവുമായ അവിടുന്നാണ് സർവകാരണങ്ങൾക്കും കാരണഭൂതൻ. അനുഭവം എന്താണ് പറഞ്ഞത്? ഈശ്വര പരമകൃഷ്ണ. ഈശ്വര എന്ന് പറഞ്ഞാൽ നമ്മള് സുപ്രീം കൺട്രോളർ, ഇവിടെ ഭഗവാനെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോലുള്ള ഈശ്വരന്മാരല്ല, നമ്മൾ കൺട്രോളറാണ്. ബട്ട് ഈസ് എ സുപ്രീം കൺട്രോളർ അല്ലേ? അപ്പോൾ ആരാണ് അറിയുന്നത്? കൃഷ്ണ. ഈശ്വര പരമകൃഷ്ണ, സുപ്രീം. എന്താ അറിയപ്പെടുന്നത്? ഗോവിന്ദ. എന്തുകൊണ്ടാണ് ഗോവിന്ദൻ എന്നറിയപ്പെടുന്നത്? ഗോ പറഞ്ഞാൽ എന്താണ്? ഗോക്കൾ എന്ന് പറയാം അല്ലേ? സെൻസസ് പറയാം. ഗോദാസ അല്ലേ? ഗോസ്വാമി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സെൻസ്, ഇന്ദ്രിയങ്ങളുടെ ദാസൻ, ഇന്ദ്രിയങ്ങളുടെ മാസ്റ്റർ, ഗോക്കളെ പരിപാലിക്കുന്നവൻ ഗോവിന്ദൻ, ഗോക്കൾക്ക് ആനന്ദം കൊടുക്കുന്നവൻ അല്ലേ? ഗോവർദ്ധന് ഇത് ആനന്ദം വർദ്ധിപ്പിക്കുന്നവൻ. അപ്പോ ഗോ എന്ന് പറഞ്ഞ ഒരുപാടുണ്ട്. ഗോപികമാര്, ഗോപന്മാര്, ഗോവർദ്ധനം, അങ്ങനെ പിന്നെ പശു, ഇന്ദ്രിയങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ട്. ഇവർക്കൊക്കെ ആനന്ദം നൽകുന്ന ആളാണ് ആര്? ഗോവിന്ദൻ. അപ്പോ ആ കൃഷ്ണൻ എന്ന് പറയുന്ന പൂർണ്ണ പുരുഷോത്തം ഭഗവാന്റെ വേറെ പേരാണ് ഗോവിന്ദൻ. ആണ് ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ എന്നാണ്. അദ്ദേഹത്തിന്റെ ശരീരമാണ് സച്ചിദാനന്ദമാണ്. സച്ചിത് ആനന്ദം, സത് എറ്റേണിറ്റി, ചിത് ഫുൾ ഓഫ് നോളേജ്, ആനന്ദം ഫുൾ ഓഫ് ബ്ലിസ്. നമ്മളുടെ എന്താണ്? നമ്മളുടെ ശരീരം അസത്, അജിത്, നിരാനന്ദ. നമ്മളുടെ ശരീരം. ഭഗവാൻ അങ്ങനെയല്ല, സച്ചിത് ആനന്ദാണ്. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ. ആ വിഗ്രഹ എന്ന് പറഞ്ഞാൽ എന്താണ്? രൂപമുണ്ട് അദ്ദേഹത്തിന്. വിഗ്രഹ എന്ന് പറഞ്ഞാൽ യെസ് എ ഫോം അല്ലേ? ആലോചിച്ച് നോക്കൂ, നമുക്ക് രൂപമുണ്ട്, ഭഗവാൻ രൂപമില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയത്? നമുക്ക് രൂപമുണ്ട്, ഇതെന്റെ എല്ലാം നാഥനായിട്ടുള്ള അദ്ദേഹത്തിന് രൂപമില്ല എന്ന് പറഞ്ഞാൽ അതായത് അപ്പൊ നമ്മൾ ഭഗവാനെക്കാളും ഉയർന്നതാണോ വിചാരിക്കുന്നത്? ഭഗവാന് തീർച്ചയായിട്ടും രൂപമുണ്ട്, നമുക്ക് കാണുന്നില്ല, നമുക്ക് അതിനുള്ള ഇന്ദ്രിയങ്ങളിൽ തന്നിട്ടില്ല ഭഗവാൻ. അത്രേ ഉള്ളൂ. ഭഗവാന്റെ സച്ചിദാനന്ദമായിട്ടുള്ള ആ രൂപത്തെ കാണാനുള്ള ഇന്ദ്രിയങ്ങൾ നമുക്ക് തന്നിട്ടില്ല. നമുക്ക് മാംസചക്ഷുക്കളുടെ ദിവ്യചക്ഷു തന്നിട്ടില്ല. ആ ദിവ്യചക്ഷു തന്നാൽ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റും. പിന്നെന്താണ്? അനാദിർ ആദിർ ഗോവിന്ദ. അനാദിർ, തുടക്കമില്ല. ആദിർ, ഒറിജിനാണ്. പിന്നെന്താ? സർവകാരണകാരണം, എല്ലാ കാരണത്തിന്റെയും കാരണക്കാരനാണ്. അദ്ദേഹം ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല. അപ്പൊ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി എല്ലാ കാരണത്തിന്റെയും ഭഗവാനാണ് കാരണം. സർവകാരണ കാരണം. കൃഷ്ണ
who is known as Govinda, is the supreme controller. He has an eternal, blissful spiritual body. He is the origin of all. He has no other origin, for he is the prime cause of all causes. This is the first verse of the 5th chapter of the Brahma Samhita. Brahma Samhita നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആദികേശവ ടെമ്പിൾ അവിടെ നിന്നാണ് ഇത് ചൈതന്യ മഹാപ്രഭു കിട്ടിയിരിക്കുന്നത്. ഇത് 100 ചാപ്റ്ററിൽ 100 അധ്യായങ്ങളിലാണ് ബ്രഹ്മസംഹിത. അതിലത്തെ 5ാമത്തെ അധ്യായം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ 5ാമത്തെ അധ്യായത്തിൽ തന്നെ ബ്രഹ്മാവ് ഭഗവാന്റെ ധാമിനെ പറ്റിയും ഭഗവാനെ പറ്റിയും ഇത്തരം വിവരണം ഉണ്ടെങ്കിൽ ബാക്കിയിട്ടുള്ള 99 അധ്യായത്തിന് എന്തൊക്കെയായിരിക്കും നമുക്കറിയില്ല. ജസ്റ്റ് 1 ചാപ്റ്റർ 5th ചാപ്റ്ററിലത്തെ 1st വേഴ്സാണ്. ആ ഒരു 5th ചാപ്റ്റർ മാത്രം ഇത്രയും നമുക്ക് ഇൻഫർമേഷൻ തരുന്നുണ്ട്, നോളജ് തരുന്നുണ്ട് ഭഗവാന്റെ ധാമിനെ പറ്റിയിട്ടും ഭഗവാന്റെ മറ്റുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും ബ്രഹ്മാവ്. അപ്പൊ ബാക്കിയുള്ള 99 കൂടി നമുക്ക് കിട്ടിയാൽ എന്തായിരിക്കും അത് സ്ഥിതി? അപ്പൊ ഇത് ചൈതന്യ മഹാപ്രഭു അവിടുന്ന് ആദികേശവ ടെമ്പിളിൽ നിന്ന് തിരുവട്ടാർ അവിടുന്ന് കിട്ടി, അത് പകർപ്പെടുത്ത് എല്ലാവർക്കും കൊടുത്തു. അങ്ങനെയാണ് ഈ ബ്രഹ്മസംഹിത നമുക്ക് കിട്ടുന്നത്. അന്നത്തെ ഒരു ലൈബ്രറി, സ്പിരിച്വൽ ലൈബ്രറി ഹബ്ബായിരുന്നു ആ ടെമ്പിൾ. അങ്ങനെയാണ് അവിടുത്തെ ലൈബ്രറിയിൽ നിന്നാണ് ചൈതന്യ മഹാപ്രഭു പിക്കപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ എങ്ങനെയാണോ വാരാണസി, കാശി, സീറ്റ് ഓഫ് ലേണിംഗ് എസ്പെഷ്യലി മായാവത ഫിലോസഫി, അതേപോലെ ഇവിടെ നമ്മളുടെ വൈഷ്ണവ ലിറ്ററേച്ചറിന്റെ എല്ലാം ഒരു ഹബ്ബായിരുന്നു, ഒരു ലൈബ്രറി ആയിരുന്നു ആദികേശവ ടെമ്പിൾ തിരുവട്ടാറിൽ. ഈ ബ്രഹ്മസംഹിത നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപാകടാക്ഷം കൊണ്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് കൃഷ്ണൻ ആരാണെന്ന് നമുക്ക് അതിൽ കംപ്ലീറ്റ് കൃഷ്ണന്റെ ധാമിന്റെ സ്പിരിച്വൽ അബൌട്ടിനെ പറ്റിയൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അതിലുള്ളൂ. സോ 108 വെരി ഗുഡ് നമ്പർ അല്ലേ? 108 അടുത്ത ക്ലാസ്സിൽ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंद, हरि हरि हरे कृष्णा. എന്തെങ്കിലും ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു.